നമസ്കാരം. ഓ ഓം നമോ നാരായണായ. ശ്രീ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനം 40-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. ജ എന്ന് തുടങ്ങുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ശ്ലോകം. ജ. ഝങ്കാരനാദമിവ യോഗീന്ദ്രരുള്ളിലുമിതോതുന്ന ഗീതകളിലും പാൽപയോധിയിലും ആകാശനീലിമയിലുമൊന്നായി നിറഞ്ഞരുളും അനന്തരൂപഹരിനാരായണായ നമ. നാരായണായ 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 നമ. ഝങ്കാരനാദമിവ. ഝങ്കാരനാദം പോലെ യോഗി ശ്രേഷ്ഠന്മാരുടെ ഉള്ളിലും പരമാത്മകത്വം പ്രതിപാദിക്കുന്ന വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഗീതകൾ തുടങ്ങിയ ശബ്ദ സമുച്ചയങ്ങളിലും പാൽക്കടലിലും ആകാശ നീലിമയിലും നിറഞ്ഞരുളുന്ന ആനന്ദ സ്വരൂപമാണ് പരബ്രഹ്മമെന്ന് പറയുന്നത്. ഝങ്കാരനാദം നാദബ്രഹ്മത്തിൻ്റെ പര്യായമായിട്ടാണ് ഇവിടെ സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് പ്രണവമന്ത്രമായ ഓങ്കാരം തന്നെ. ഈ ഓങ്കാരം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നു. യോഗികളുടെ ഉള്ളിലെ അനാഹതധ്വനിയും ഈ നാദം തന്നെയാണ്. പ്രപഞ്ചത്തിലെ എല്ലാ ചലനവും നമ്മുടെ ഹൃദയത്തുടിപ്പും എല്ലാം ആ നാദബ്രഹ്മം തന്നെ, ആ ഓങ്കാരധ്വനി തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. ഈ ഓങ്കാരധ്വനി തന്നെയാണ് പ്രപഞ്ചരൂപമായി തീർന്നിട്ടുള്ളത്. ചിതാകാശത്തിലേക്ക് സുഷുമ്നാനാഡിയുടെ താഴെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്തിവിട്ടാൽ അനാഹത ചക്രത്തിലെത്തുന്നു. അപ്പോൾ ആ ധ്വനി പ്രകടമായി യോഗികൾക്ക് കേൾക്കാം. പര, പശ്യന്തി, മധ്യമ, വൈഖരി എന്നീ സൂക്ഷ്മതരവും സൂക്ഷ്മവും സ്ഥൂലവുമായി അറിയപ്പെടുന്ന ശബ്ദം ഝങ്കാരനാദമാണ്. ഏകാന്തമായ സ്ഥലത്ത് നിന്ന് ശ്രദ്ധിച്ചാൽ പുറത്തും നമ്മുടെ ഉള്ളിലും ഈ ശബ്ദം പൊന്തുന്നതായി നമുക്ക് അനുഭവപ്പെടും. ആ നാദത്തിൻ്റെ സ്ഥൂല രൂപമാണ് പ്രപഞ്ചം. സൂക്ഷ്മതമമായ അവസ്ഥ ബ്രഹ്മം. സൂക്ഷ്മതമമായ അവസ്ഥയാണ് ബ്രഹ്മം. വേദങ്ങൾ, ഉപനിഷത്തുകൾ, ബ്രഹ്മസൂക്തങ്ങൾ, ഭഗവത്ഗീത തുടങ്ങിയവ കേവലം ധ്വനികൾ മാത്രമാണ്. അവ നാദബ്രഹ്മത്തിൻ്റെ അഥവാ പരബ്രഹ്മത്തിൻ്റെ രൂപഭേദങ്ങൾ തന്നെയാണ്. എല്ലാ ശബ്ദങ്ങളും ആ ശബ്ദങ്ങളുടെ രൂപങ്ങളായ ഭാഷകളും നാദബ്രഹ്മം തന്നെയാണ്. പാൽപയോധിയിലും ആകാശവീഥിയിലും ആ നാദം തന്നെ നിറഞ്ഞു നിൽക്കുന്നു. പാൽപയോധിക്ക് പല അർത്ഥങ്ങളും നമുക്ക് നൽകാം. സത്വഗുണവും നമ്മുടെ ബോധമണ്ഡലവും പാൽപയോധി തന്നെയാണ്. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെയും ഗോളങ്ങളുടെയും സമൂഹവും പാൽപയോധിയാണ്. ഇക്കണ്ട ചരാചരാത്മകമായ പ്രപഞ്ചമാകെ ഉരുകിക്കൊണ്ടിരുന്ന അവസ്ഥയിലായിരുന്നുവല്ലോ പണ്ട്.
അതിനാൽ അവയെല്ലാം ചേർത്ത് പാലാഴി എന്ന് നമുക്ക് വ്യവഹരിക്കാം. ഇപ്പോഴും പദാർത്ഥങ്ങളുടെ അന്തർഭാഗം ഉജ്ജ്വലമായി സ്പന്ദിച്ച് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ അവയെ പാലാഴി എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ആകാശനീലിമ തമോ ഗുണപ്രതിനിധിയാണ്. അഗാധമായ ആകാശം ചിതാകാശത്തിൻ്റെ പര്യായവുമാണ്. വേദാന്തങ്ങളെല്ലാം കർമ്മപരതയിൽ നിന്നും ഉണ്ടായവയാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഉണ്ടായതാകൊണ്ട് തമസിൻ്റെ പേരായും അതിനെ കണക്കാക്കാം. അപ്പോൾ സത്വരജസ്തമോ ഗുണങ്ങളിലും നമ്മുടെ ബോധത്തിലും പ്രപഞ്ചമാകത്തന്നെ വ്യാപിച്ച് അവയൊക്കെയായി പ്രകാശിച്ചു നിൽക്കുന്ന ഒരേ ഒരു സത്യം ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മം ശബ്ദരൂപമായി തീരുമ്പോൾ അനാഹത ധ്വനിയായി അനുഭവപ്പെടുന്നു. കേവലമായ ബോധം ബ്രഹ്മം. ആ ബോധത്തിൻ്റെ സ്പന്ദനം തന്നെ നാദം. പാലാഴി കാരണജലവുമാണ്. യോഗീന്ദ്രന്മാർ വേദോപനിഷത് ഗീതകൾ, ആകാശനീലിമ, പാൽ പയോധി എന്നിവയുടെ അന്തർഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആനന്ദരൂപമാണ് ബ്രഹ്മം. ആ അന്തർഭാഗം സൂക്ഷ്മതമമായ ഭാവമാണ്. സ്ഥൂലത്തെ അപഗ്രഥിച്ച് ചെന്നാലും എത്തിച്ചേരുന്നത് സൂക്ഷ്മത്തിലാണ്. സ്ഥൂലം മറയുകയും ചെയ്യുന്നു. അതുപോലെ സ്ഥൂലത്തെ ഉദ്ഗ്രഥിച്ചാലും അഖണ്ഡമായ ബ്രഹ്മത്തിൻ്റെ അനുഭവം ഉണ്ടാകും. കഴിഞ്ഞ ശ്ലോകത്തിൽ തന്തൗ മണിപ്രകര ഭേദങ്ങളെന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ശ്രദ്ധേയമാണ്. തന്തു സൂക്ഷ്മമാണ്, ഉപരിതലമായ തത്വമാണ് അത്. അതിൽ കാണപ്പെടുന്ന മണികൾ അനുപ്രസ്ഥമായ പ്രപഞ്ചമാണ്. പ്രപഞ്ചം ഉള്ളിലുള്ള ഒരാശയമായി ക്രമേണ അവ്യക്തമായി സൂക്ഷ്മമായി തീരുന്ന പ്രപഞ്ചത്തിൽ ആരോപിതമായ നാമരൂപങ്ങൾ മാത്രമാണ്. അതുപോലെ നൂലിൻ്റെ നാമരൂപങ്ങൾ മാത്രമാണ് മണികൾ. എല്ലാറ്റിൻ്റെയും ഉള്ളിൽ നിറഞ്ഞ് എല്ലാമായി തീർന്ന അനശ്വര ശോഭയോടെ വർത്തിക്കുന്ന ഒരേ ഒരു തത്വം ആനന്ദമാണ്. ആ ആനന്ദമാണ് ജീവിതത്തിൻ്റെ നിത്യഭാസുരമായ സ്വരൂപം. അത് പ്രാപിക്കലാണ് ജീവിത ലക്ഷ്യമെന്ന് നാം മനസ്സിലാക്കണം. ശ്ലോകം 40 ഒന്നുകൂടി ചൊല്ലാം. ഝങ്കാരനാദമിവ യോഗീന്ദ്രരുള്ളിലുമിതോതുന്ന ഗീതകളിലും പാൽപ്പരോധിയിലും ആകാശനീലിമയിലുമൊന്നായി നിറഞ്ഞരുളും അനന്തരൂപഹരി നാരായണായ നമ. 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 ലോകാ സമസ്ത സുഖിനോ ഭവന്തു.